ഹായ് എവ്രി വൺ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ മാനേജറിയൽ ഇക്കണോമിക്സിൻ്റെ ഒരു പുതിയ മൊഡ്യൂളിലേക്കാണ് നമ്മൾ പോണത്. മൊഡ്യൂൾ 5 ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന 5ാമത്തെ മൊഡ്യൂളാണ്. ആദ്യം തന്നെ എന്താണ് ബിസിനസ് സൈക്കിളിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. എങ്ങനെയാണ് ബിസിനസ് സൈക്കിളിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അക്കോർഡിംഗ് ടു പ്രൊഫസർ ഹാബർലർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം എങ്ങനെയാണ് ബിസിനസ് സൈക്കിളിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? Business cycle as an alternation of periods of prosperity and depression of good and bad trade. അതായത് ട്രേഡിൽ വരുന്ന നമ്മുടെ വ്യാപാരത്തിൽ വരുന്ന ഗുഡ് ആൻഡ് ബാഡ് സിറ്റുവേഷൻസ്, നല്ലതും ചീത്തയായിട്ടുള്ള കാലഘട്ടങ്ങളിൽ, അതായത് കാലഘട്ടങ്ങളെ കുറിച്ചിട്ട് പഠിക്കുക. പ്രോസ്പെരിറ്റി ആൻഡ് ഡിപ്രഷൻ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ബിസിനസ് സൈക്കിൾ. അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ വരുത്തുന്ന ആൾട്ടറേഷൻസ് ആണ് ബിസിനസ് സൈക്കിൾ. അതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? പ്രൊഫസർ ഹാബർലർ പറഞ്ഞിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ പ്രൊഫസർ ആർ.എ. ഗോർഡൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനിഷനും കാണാം. സോ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിൽ വരുന്ന ഗുഡ് ആൻഡ് ബാഡ് കണ്ടീഷൻസ്, പ്രോസ്പെരിറ്റി ആൻഡ് ഡിപ്രഷൻ പീരീഡ്സ്, അതിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് സൈക്കിൾ? ബിസിനസ് സൈക്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ്. അതിങ്ങനെ വേവ്സ് ആയിട്ട്, തിരകൾ പോലെ വേവ്സ് ആയിട്ടാണുള്ളത്. ദെൻ അത് റിപ്പീറ്റേറ്റീവ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് റിതമിക് ആണ്. ദെൻ ഇറ്റ് ഈസ് എൻ ഇക്കോണമി വൈഡ് ഫിനോമിന, എൻറ്റയർ ഇക്കോണമീനെ ബാധിക്കുന്ന ഒന്നാണ്. ദെൻ ബിസിനസ് സൈക്കിൾസ് ആർ സെൽഫ് റീഇൻഫോഴ്സിങ്, സെൽഫായിട്ട് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നതാണ്. ഓരോ ബിസിനസ് സൈക്കിളിലും അതിൻ്റെ ടൈം ഡിഫറൻസസ് വരുന്നുണ്ട്. ദെൻ ബിസിനസ് സൈക്കിളിൽ പ്രൈസും പ്രൊഡക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്? ഫാൾ ചെയ്യുന്നുണ്ട്, റൈസ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ബിസിനസ് സൈക്കിൾസ് ആർ മോർ മാർക്കഡ് ഇൻ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസിനെയാണ് കൂടുതലായിട്ട് അത് എഫക്റ്റ് ചെയ്യണത്. ബിസിനസ് സൈക്കിളിൽ ഉണ്ടാവുന്ന ഡൗൺവേർഡ് മൂവ്മെന്റ് അത് സഡൻ ആയിരിക്കും, അതേപോലെ വയലന്റ് ആയിട്ട്, അതായത് അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് അത് ഉണ്ടാക്കുന്നുണ്ട് ഇക്കോണമിയിൽ. ദെൻ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ട്രേഡ് സൈക്കിൾസ് ആർ സിമിലർ ബട്ട് നോട്ട് ഐഡന്റിറ്റിക്കൽ ഇൻ ദെയർ നേച്ചർ. ട്രേഡ് സൈക്കിൾസ് ഒക്കെ സിമിലർ ആണ്, പക്ഷെ ഐഡന്റിറ്റിക്കൽ അല്ല. ദാറ്റ് മീൻസ് ഹോമോജീനിയസ് അല്ല, ഒരുപോലെ ഉള്ളതല്ല. Then the prosperity phase takes double the time taken by the depression phase. Prosperity phase കൂടുതൽ സമയം എടുക്കുന്നുണ്ട് ഡിപ്രഷൻ ഫേസിനേക്കാൾ. ഇതൊക്കെയാണ് ഇതിൽ പറയണത് ബിസിനസ് സൈക്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയണത്. ബിസിനസ് സൈക്കിൾ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ്, റിപ്പീറ്റേറ്റീവ് ആണ്, റിതമിക് ആണ്, എൻറ്റയർ ഇക്കോണമീനെ ബാധിക്കുന്നുണ്ട്, സെൽഫ് റീഇൻഫോഴ്സിങ് ആണ്. ബിസിനസ് സൈക്കിളിൽ ടൈമിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട്. പ്രൈസും പ്രൊഡക്ഷനൊക്കെ ഫോളോ ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസിനെ ബാധിക്കുന്നു. ഡൗൺവേർഡ് മൂവ്മെന്റ്, അതായത് ഡിപ്രഷനൊക്കെ സഡൻ ആയിരിക്കും, അതൊരു വയലന്റ് മൂവ്മെന്റ് ആയിരിക്കും. ദെൻ ഡിഫറെൻറ്റ് ട്രേഡ് സൈക്കിൾസ് സിമിലർ ആണ്, പക്ഷേ ഐഡന്റിറ്റിക്കൽ അല്ല. അതേപോലെ പ്രോസ്പെരിറ്റി ഫേസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. ഇനി വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് സൈക്കിൾ? ബിസിനസ് സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്? ആദ്യത്തെ പറയുന്നത് മേജർ ആൻഡ് മൈനർ ട്രേഡ് സൈക്കിൾസ്. മേജർ ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ലാർജ് പീരീഡ് ഉള്ളതാണ്, വളരെ അധികം കാലം നീണ്ടു നിൽക്കുന്നതിനെയാണ് മേജർ ട്രേഡ് സൈക്കിൾ എന്ന് പറയാം. അത് ഒരു 8 മുതൽ 33 ഇയേഴ്സ് വരെ, 8 to 33, 8 വർഷം മുതൽ 33 വർഷം വരെയൊക്കെ ആയിരിക്കും ആ മേജർ ബിസിനസ് സൈക്കിൾസിൻ്റെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. മൈനർ സൈക്കിൾ എന്ന് പറയുന്നത് ചെറിയ പീരീഡിലോട്ട്, ദാറ്റ് മീൻസ് ഒരു 40 months, നിയർലി ഒരു 40 months, 40 മാസത്തോളമൊക്കെ കാലയളവ് വരുന്നതാണ് മൈനർ ട്രേഡ് സൈക്കിൾ. സെക്കൻഡ് വൺ ബിൽഡിംഗ് സൈക്കിൾ. ബിൽഡിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു സൈക്കിളിൻ്റെ റേഞ്ച് വരുന്നത് ഒരു 15 മുതൽ 20 വരെ വർഷമാണ്. തേർഡ് വൺ ലോങ് വേവ്. ലോങ് വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 ഇയേഴ്സിൻ്റെയൊക്കെ പീരീഡ് വരുന്നതാണ് ലോങ് വേവ് എന്ന് പറയുന്നത്. ദെൻ അവിടെ ഈ ലോങ് വേവ് എന്ന് പറയുന്ന പീരീഡിൽ ഒരു 2 അല്ലെങ്കിൽ 1 or 2 മേജർ ട്രേഡ് സൈക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒക്യൂർ ചെയ്യുന്നുണ്ട്. ദെൻ കസ്നറ്റ്സ് എന്നുള്ളതാണ് ഫോർത്ത് വൺ വന്നിട്ട്. പ്രൊഫസർ സൈമൺ കസ്നറ്റ്സ്, അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് കസ്നറ്റ് സൈക്കിൾ എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഒരു ഫേമസ് അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആണ്.
ഇതൊരു സെക്യുലർ സ്വിംഗ് ആണ്. ഒരു 16 വർഷം മുതൽ 22 വർഷം വരെ 16 to 22 ഇയേഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിനെയാണ് കസ്നറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ ഫർദർ ഷോർട്ട് കിച്ചൻ സൈക്കിൾ ഉണ്ട്, ലോങ്ങർ ജഗ്ലർ സൈക്കിൾ ഉണ്ട്, വെരി ലോങ് കോൺട്രക്റ്റീവ് വേവ്സ് ഉണ്ട്. അതിൽ ഷോർട്ട് കിച്ചൻ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു വെരി ഷോർട്ട് പീരീഡിലോട്ട്, ഒരു 4 മാസം സമയം. ലോങ്ങർ ജഗ്ലർ സൈക്കിൾ ഒരു 9.5 ഇയേഴ്സ് ഡ്യൂറേഷൻ വരുന്നതാണ്. വെരി ലോങ് കോൺട്രക്റ്റീവ് വേവ് എന്ന് പറയുന്നത് 50 വർഷത്തോളം സമയമെടുക്കുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് വേവ് സൈക്കിൾസ് അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾസിൽ വന്നിട്ട് ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നത്. മേജർ സൈക്കിൾ ഒരു 33 ഇയേഴ്സ് വരെയൊക്കെ, 8 മുതൽ 33 വർഷം. മൈനർ സൈക്കിൾ ഒരു 40 മാസ കാലയളവ്. ബിൽഡിംഗ് സൈക്കിൾ 15 മുതൽ 20 വർഷം വരെ. ലോങ് വേവ് 50 വർഷം വരെ. കസ്നറ്റ് സൈക്കിൾ 16 മുതൽ 22 വർഷം വരെയാണ് അതിൻ്റെ സമയം. ഷോർട്ട് കിച്ചൻ 4 മന്ത്സ് ആണ്. ലോങ്ങർ ജഗ്ലർ 9.5 ഇയേഴ്സ് ആണ്. വെരി ലോങ് കോൺട്രക്റ്റീവ് വേവ് എന്ന് പറയുന്നത് ഒരു 50 ഇയേഴ്സിന്റെ ടൈമാണ്. ഇനി ബിസിനസ് സൈക്കിളിന്റെ ഡിഫറെൻറ്റ് ഫേസസ് ആണ്. ഡിപ്രഷൻ ഉണ്ട്, ദെൻ അതിന്ന് റിക്കവർ ചെയ്യപ്പെടുന്നുണ്ട്, ദെൻ പ്രോസ്പെരിറ്റി ഫേസ് ആണ്, ദെൻ ബൂം പീരീഡ് ആണ്, ദെൻ ഫൈനലി റിസെഷൻ ആണ്. ഈ 5 വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ റിതമിക് ആയിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി റിസെഷൻ കഴിഞ്ഞാൽ വീണ്ടും ഡിപ്രഷൻ, റിക്കവറി, പ്രോസ്പെരിറ്റി, ബൂം, റിസെഷൻ. ദ സെയിം എന്ത് ചെയ്യാണ്, ഈ വേവ് ലൈക്ക് മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഇതിൽ ഒന്നാമത്തെ ഫേസ് ആണ് ഡിപ്രഷൻ. ഡിപ്രഷൻ ഫേസിൽ അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്, ബോത്ത് മെൻ ആൻഡ് മെറ്റീരിയൽ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലേബർ ഫോഴ്സിനെയോ അല്ലെങ്കിൽ റിസോഴ്സസിനെയോ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോൾ ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രൈസ് കുറയ്ക്കാൻ തയ്യാറാവേണ്ടി വരുന്നുണ്ട്, കമ്പൽ ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ അതേപോലെ മാനുഫാക്ചറേഴ്സ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അവരുടെ ഗുഡ്സ് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഡ് ടു റെഡ്യൂസ് ദ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ്റെ വോള്യൂം റെഡ്യൂസ് ചെയ്യാൻ അവർ ഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വർക്കേഴ്സിനെ ഒഴിവാക്കുന്നുണ്ട്. ദെൻ റിമൈനിങ് വർക്കേഴ്സ്, അവിടെ ബാക്കി ഓർഗനൈസേഷനിൽ ബാക്കി വരുന്ന വർക്കേഴ്സിന് വളരെ മിനിമം വേജസ് അവർ പുവർലി പേ ചെയ്യുന്നുണ്ട്. വളരെ മിനിമം അവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, പേയ്മെന്റ് നടക്കുന്നുള്ളൂ. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ ഡിക്ലൈൻ ചെയ്യുന്നു. അതേപോലെ സെക്യൂരിറ്റീസിൻ്റെയും ഷെയർസിൻ്റെ ഒക്കെ പ്രൈസസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ആ ഒരു സ്റ്റേജ് ആണ് ഡിപ്രഷൻ. പ്രൈസ് ലെവൽ കുറവാണ്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നു, അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ്, ഫേമിന് നഷ്ടം സംഭവിച്ചു തുടങ്ങുന്നു, ഇൻട്രസ്റ്റും വേജസും റെന്റും ഒക്കെ കുറയുന്നു, എക്സ്പെൻഡിച്ചറും ഡിമാൻഡും ഡിക്ലൈൻ ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ഡള്ളാണ്. ഈ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിപ്രഷൻ എന്ന് പറയാം. ഇനി സെക്കൻഡ് സ്റ്റേജ് ആണ് റിവൈവൽ ഓർ റിക്കവറി. ആ ഡിപ്രഷൻ ഫേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അതിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, റിക്കവർ ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനെ ഓവർകം ചെയ്ത് റിവൈവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഒരു സ്റ്റേജ് ആണ് റിക്കവറി ഓർ റിവൈവൽ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കേഴ്സ് ലോ വേജസിലാണെങ്കിൽ കൂടി വർക്ക് ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ട്. പ്രൈസസ് ഒക്കെ കുറവാണ്, ലോവസ്റ്റ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ മാറ്റിവെച്ച കൺസംഷൻസ് ഒക്കെ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ വീണ്ടും ബാക്ക് ടു ഒരു നോർമൽ സ്റ്റേജ്, അതായത് അവർ വീണ്ടും പിക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പിക്കപ്പ് ചെയ്യാൻ തുടങ്ങി, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മെല്ലെ മെല്ലെ വന്നു തുടങ്ങി. ഔട്ട്പുട്ട് ഒക്കെ സ്റ്റെഡ്ലി അല്ലെങ്കിൽ സ്ലോലി ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ റൈസ് ചെയ്യാൻ തുടങ്ങി. ഇൻകം കൂടി തുടങ്ങി, ഡിമാൻഡ് കൂടി തുടങ്ങി, പ്രൈസും ഇൻവെസ്റ്റ്മെന്റ്സും എംപ്ലോയ്മെന്റും എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, റൈസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ റിവൈവൽ ഓർ റിക്കവറി എന്ന് പറയാം. അതായത് പ്രൈസും പ്രൊഡക്ഷനും എംപ്ലോയ്മെന്റും ഇൻകം സ്ലോലി എന്ത് ചെയ്യാണ്, റൈസ് ചെയ്ത് തുടങ്ങുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ബിക്കം സെൻസിറ്റീവ്, വീണ്ടും ആ ഡൾ സ്റ്റേജിനെ ഓവർകം ചെയ്തു തുടങ്ങി. പ്രോഫിറ്റ്സ് സ്ലോലി റൈസ് ചെയ്യാൻ തുടങ്ങി. ബാങ്ക് ലോണും ക്രെഡിറ്റും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, വീണ്ടും കൂടാൻ തുടങ്ങി. ദെൻ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ സെക്ടർ ഒക്കെ റിക്കവർ ചെയ്യാൻ തുടങ്ങി. ഇൻകം കൂടി തുടങ്ങി, ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ വീണ്ടെടുത്ത് തുടങ്ങി. ആ ഒരു സ്റ്റേജാണ് റിവൈവൽ. ആ ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ടുള്ള അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് എന്ത് ചെയ്യാണ്, മെല്ലെ റിക്കവർ ചെയ്യുക, റിവൈവ് ചെയ്യാൻ തുടങ്ങുക. ഇനി തേർഡ് സ്റ്റേജ് ആണ് പ്രോസ്പെരിറ്റി ഫേസ്.
അതായത് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ട് ഏറ്റവും പ്രോസ്പെരിറ്റിയിലേക്ക് ഇൻക്രീസ് ചെയ്ത് തുടങ്ങി, ഇക്കണോമി ഒക്കെ ഫുള്ളി റിക്കവറായി ഒപ്റ്റിമം ലെവലിൽ റീച്ച് ചെയ്ത് തുടങ്ങി, ഔട്ട്പുട്ടും വേജസും പ്രൈസസും ഇൻകം ഒക്കെ എന്ത് ചെയ്ത് തുടങ്ങി, സ്റ്റേബിൾ ആയി തുടങ്ങി. ആ ഒരു സ്റ്റേജാണ് പ്രോസ്പെരിറ്റി. എന്താണ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ വീണ്ടെടുത്തു തുടങ്ങി, ഇക്കോണമി ഫുള്ളി ആ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് മുഴുവനായിട്ടും റിക്കവറായി അതിൻ്റെ ഒരു ഒപ്റ്റിമം ലെവലിൽ എത്തി, ഔട്ട്പുട്ട് സ്റ്റേബിൾ ആണ്, വേജസ് സ്റ്റേബിൾ ആണ്, പ്രൈസസും ഇൻകം എല്ലാം എന്താണ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. സോ പ്രോസ്പെരിറ്റി ഫേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഔട്ട്പുട്ട് ഹൈ ലെവലാണ്, ട്രേഡ് ഹൈ ലെവലാണ്, ഡിമാൻഡ് ഹൈ ലെവലാണ്, ഇൻകം എംപ്ലോയ്മെന്റും ഹൈ ലെവലാണ്, വേജസ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ്സ് അതെല്ലാം ഹൈ ആണ്, ബാങ്ക് ക്രെഡിറ്റ് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങി, ബിസിനസ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് വളരെ കമ്മിയാണ്, ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതാണ് പ്രോസ്പെരിറ്റി സ്റ്റേജിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെരിറ്റി ഫേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഫോർത്ത് ഫേസ് ആണ് ബൂം എന്ന് പറയുന്നത്. അതായത് ബിസിനസ് സൈക്കിളിന്റെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള പോയിന്റ്, അതിനെയാണ് ബൂം എന്ന് പറയുന്നത്. ഇവിടെ പ്രൊഡക്ട്സിന് നോർമൽ പ്രൈസിനേക്കാൾ കൂടുതലാണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. ദെൻ ഹയർ പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് തയ്യാറാവുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി ഫുള്ളി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പുതിയ മെഷീൻസും അല്ലെങ്കിൽ പുതിയ ഇക്വിപ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്, ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് ബൂം പീരീഡിൽ പറയണത്. ദെൻ അതുപോലെ തന്നെ അഡീഷണൽ വർക്കേഴ്സ് വേണ്ടി വരുന്നു, അതുകൊണ്ട് തന്നെ വേജ് റേറ്റ് കൂടുന്നു, കോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ട കോസ്റ്റ് കൂടുന്നുണ്ട്. അതേപോലെ സാലറീഡ് പീപ്പിൾ അല്ലെങ്കിൽ സാലറീഡ് ക്ലാസ്സിനൊക്കെ ഈ ഒരു പ്രൈസ് ഇൻക്രീസുമായിട്ട് കോപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നു. കൺസംഷൻ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഡിമാൻഡ് മോർ ഓർ ലെസ് സ്റ്റാഗ്നൻ്റ് ആയിട്ട്, അതായത് ഡിക്രീസ് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റേജിൽ നിൽക്കണം. ഇതിനെയാണ് ബൂം പീരീഡിൽ പറയണത്. അതായത് ഏറ്റവും പീക്ക് പൊസിഷൻ, ഇക്കോണമി അതിൻ്റെ ഏറ്റവും പീക്കിൽ, ഏറ്റവും മീൻസ് ദ ഫുള്ളായിട്ടുള്ള ഒരു പീക്ക് മൊമെൻറ്റിൽ എത്തുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നുണ്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസസ് കൂടുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നുണ്ട് ഇക്കോണമിയിൽ, വേജസും ഇൻട്രസ്റ്റും പ്രോഫിറ്റ്സും കൂടുന്നുണ്ട്, ഔട്ട്പുട്ട് കൂടുതലാണ്, ഇൻകം കൂടുതലാണ്, എംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്, പർച്ചേസിങ് പവർ കൂടുതലാണ്, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന ഒരു പീരീഡ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. റെസഷൻ പീരീഡ് എന്ത് ചെയ്യാണ്, ബിഗിൻ ചെയ്യാൻ പോകുന്നു. അതാണ് ബൂം പീരീഡിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി റിസഷൻ പീരീഡിൽ ഏറ്റവും ഇക്കോണമി പീക്ക് പോയിന്റിലെത്തി, പിന്നീട് ഒരു ഡൗൺവേർഡ് ടെൻഡൻസി കാണിക്കുകയാണ്. അതായത് എംപ്ലോയ്മെൻറ്റ് ഏറ്റവും ടോപ്പാണ്, ഡിമാൻഡ് ഏറ്റവും കൂടുതലാണ്, ഔട്ട്പുട്ടും പ്രോഫിറ്റ്സും പ്രൈസൊക്കെ ഏറ്റവും പീക്ക് പൊസിഷനിലെത്തി. ദെൻ അവിടുന്ന് കുറഞ്ഞു തുടങ്ങുകയാണ്. ഒരു ഡൗൺവേർഡ് ടെൻഡൻസിയാണ് റിസഷൻ പീരീഡിൽ. സപ്ലൈ കൂടുതലാണ്, ഡിമാൻഡ് കുറവാണ്. പുതിയ ഇക്വിപ്മെൻറ്റ്സോ അല്ലെങ്കിൽ പുതിയ മെറ്റീരിയൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബിസിനസ്സിൽ ഉപയോഗിക്കുന്നില്ല. എക്സിസ്റ്റിംഗ് ബിസിനസ്സസ് ഒക്കെ എന്ത് ചെയ്യാണ്, കട്ട് ഡൗൺ ചെയ്തു തുടങ്ങുകയാണ്. ഫേമിന് നഷ്ടം സംഭവിച്ചു തുടങ്ങുകയാണ്. ജനറലി ഇക്കോണമിയിൽ ഒരു ഡിസ്ട്രെസ് വരികയാണ്. ഈ ഒരു പീരീഡാണ് റിസഷൻ എന്ന് പറയുന്നത്. ദെൻ റിസഷൻ പീരീഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസിൽ ഒരു ഡൗൺവേർഡ് ഫോൾ, ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുകയാണ്. ബിസിനസ് ഫെയിലിയർ ആവുന്നുണ്ട്, പുതിയ ബിസിനസ് സംരംഭങ്ങൾ ന്യൂ വെഞ്ചേഴ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ബാങ്കിൻ്റെ ക്രെഡിറ്റ് റേറ്റ്സ് ഒക്കെ കട്ട് ഡൗൺ ചെയ്യപ്പെടുന്നുണ്ട്, ബിസിനസ് എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ റിനോവേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു, വർക്കേഴ്സ് ഒക്കെ ലൈഡ് ഓഫ് ചെയ്യപ്പെടുകയാണ്, അതായത് തൊഴിലാളികളൊക്കെ പിരിച്ചുവിട്ട് തുടങ്ങുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻകം എക്സ്പെൻഡിച്ചർ പ്രൈസസ് പ്രോഫിറ്റ്സ് ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രേഡ് ആക്ടിവിറ്റീസ് അതെല്ലാം കുറഞ്ഞു തുടങ്ങുകയാണ്. ആ ഒരു അവസ്ഥേനെയാണ് എന്തിൽ പറയണത്, റിസഷൻ എന്ന് പറയുന്ന പീരീഡിൽ. സോ ഇവിടെ കാണാം ബിസിനസ് സൈക്കിളിൻ്റെ ആ ഒരു സ്റ്റേജ്, ബിസിനസ് സൈക്കിളിൻ്റെ ഒരു പിക്ചറാണ്. പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നുണ്ട്, റിസഷൻ ഉണ്ടാവുന്നുണ്ട്, ഡിപ്രഷൻ സ്റ്റേജ്, റിക്കവറി, അങ്ങനെ എന്ത് ചെയ്യാണ്, അതൊരു വേവായിട്ട് ഈ 5 സ്റ്റേജുകൾ, ഡിപ്രഷൻ, അതിൽ നിന്ന് റിക്കവർ ചെയ്യപ്പെടുന്നു, ദെൻ പ്രോസ്പെരിറ്റി സ്റ്റേജിലെത്തുന്നു, ദെൻ ഏറ്റവും പീക്ക് ഒരു ബൂം സ്റ്റേജിലെത്തുന്നു, വീണ്ടും റിസഷനിലോട്ട് കൂത്തുന്നു. ഇങ്ങനെ ആ ഒരു ബിസിനസ് സൈക്കിൾ, ആ ഒരു വേവ്സ് എന്ത് ചെയ്യാണ്, റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിനെയാണ് ബിസിനസ് സൈക്കിളിൽ പറയണത്, അതിൻ്റെ 5 ഫേസസിൽ പറയണത്. ഇനി evil effects or consequences of business cycle. ബിസിനസ് സൈക്കിളിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് കോൺസിക്വൻസസ് എന്തൊക്കെയാണ് അതാണ് നമ്മൾ പറയാൻ പോണത്. അതായത് നമുക്കറിയാം ബൂം, റിക്കവറി, എക്സ്പാൻഷൻ, ഈ 3 സ്റ്റേജിലെ കാര്യങ്ങൾ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, പ്രൊഡക്ഷൻ്റെ വേണ്ടി വരുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊന്നും നമുക്ക് പ്രോപ്പർ റിട്ടേൺ കിട്ടുന്നില്ല. ഇതൊക്കെയാണ് ഏതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയി പറയണത്? ബൂം പീരീഡ്, റിക്കവറി പീരീഡ്, എക്സ്പാൻഷൻ പീരീഡ്. ഈ 3 പീരീഡിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ആയി നമ്മൾ പറയണത് ഇതൊക്കെയാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് കൂടുതലാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് പ്രോപ്പർ റിട്ടേൺ കിട്ടുന്നില്ല. ഇനി എവിൽ എഫക്റ്റ് ഓഫ് ദി ലോവർ ടേണിംഗ് പോയിന്റ്, അതായത് റിസഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ പീരീഡ്സിൻ്റെ ഒക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ്. സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയുന്നു, മാർക്കറ്റ് പ്രൈസ് കുറയുന്നു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്, പ്രോഫിറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നു, കോസ്റ്റും പ്രൈസും തമ്മിൽ ബാലൻസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, സ്മോൾ ബിസിനസ് യൂണിറ്റ്സ് കൂടുതലായിട്ട് സഫർ ചെയ്യപ്പെടുന്നു. ഇതാണ് റിസഷൻ ആൻഡ് കോൺട്രാക്ഷൻ പീരീഡിൽ വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ബിസിനസ് സൈക്കിൾ എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞു, ദെൻ അതുപോലെ അതിൻ്റെ 5 പീരീഡ് പറഞ്ഞു അല്ലേ. ബിസിനസ് സൈക്കിളിൻ്റെ 5 പീരീഡ് ഏതൊക്കെയായിരുന്നു? ഡിപ്രഷൻ പീരീഡ് ഉണ്ട്, ദെൻ ഡിപ്രഷൻ കഴിഞ്ഞൊരു റിക്കവറി അല്ലെങ്കിൽ ഒരു റിവൈവൽ പീരീഡ് ഉണ്ട്, ദെൻ അത് കഴിഞ്ഞ് റിവൈവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്പെരിറ്റി, ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന പീരീഡ് ഉണ്ട്, ബൂം പീരീഡ് ഉണ്ട്, റിസഷൻ ഉണ്ട്. ഈ 5 പീരീഡുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അല്ലേ, ഒരു വേവ് പോലെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിളിൽ പറഞ്ഞത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിളുകൾ നമ്മൾ പറഞ്ഞു. ഷോർട്ട് കിച്ചിൻ, ലോങ്ങർ ജഗ്ലർ, അതേപോലെ വെരി ലോങ് കോൺട്രക്റ്റീവ് വേവ് ഉണ്ട്, ദെൻ മേജർ ആൻഡ് മൈനർ സൈക്കിൾ ഉണ്ട്, ബിൽഡിംഗ് സൈക്കിൾസ് ഉണ്ട്, ലോങ് വേവ്സ് ഉണ്ട്, കസ്നട്ട് സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ബിസിനസ് സൈക്കിൾ എന്താ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ഡിഫറെൻറ്റ് ഫേസസ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.